വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു മിനിറ്റ് വണ്ടി നിന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാനത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. സമ്മതിച്ചു. അപ്പടി சொன்னா പത്താത് കയ്യാലെ അടിച്ച് സത്യം പോർണോ? കയ്യാലെ. ആമാ. അയ്യോ സത്യം സത്യം മൂന്നാഴ്ച ഇനി കൊണ്ട് വേണം. പോതും. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മുൻകരുത്. ഈ പാലാ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല മക്കളെ. നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ. ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയത് ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കത്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ. ഇവര് വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയാന്ന്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും മറ്റേ കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അമ്മമാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്ത് വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ.